Good morning. How are you? Are you fine? Fine? Yes. Then, what did you study in last class, EVS? Anybody can say? What did you study? Can say? Food give us energy. Yes, yes. Food give us energy. Food help us to grow. That's next point. Say, food help us to stay healthy by protecting us from diseases. Yes, very good. Next, food from plants. Next point, food from plants. Then we eat leaves of plants. We eat roots of plants. We eat stem of plants. We eat seeds of plants. Okay, you understood? Then next we have studied that food from animals. Which food items we get from animals? Anybody can say? You say? Yes. Meat and eggs. Milk, meat, eggs. Cow give us milk. Hen and duck give us eggs. Then we are studying in last class. Okay, are good students. Then today we are studying the continuation of last chapter, food we eat. Then balanced diet. Balanced diet. All our textbook open. Page number 15. Take a pencil. Are you ready? Then balanced diet. What is balanced diet? Samikruta Aharam. Listen. First I read the textbook. You listen to your textbook. Nutrients are substances present in foods that help us to grow, get energy to work, and to be healthy. The main nutrients present in our foods are carbohydrates, protein, fat, vitamins, and minerals. Listen, balanced diet. The nutrients are substances present in foods that help us to grow. നമുക്ക് വളരാനും അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും പഠിക്കാനും അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഹെൽത്തി ആരോഗ്യം നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് ഇൻക്ലൂഡിങ് ആയ ഫുഡ് അതിനെയാണ് എന്ത് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ന്യൂട്രിയൻസ് നമ്മൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ലിസൺ. Then this the main nutrients present in our food. നമ്മളെ ഫുഡിൽ അടങ്ങിയിരിക്കേണ്ട മെയിൻ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ലിസൺ ദിസ് ടെക്സ്റ്റ് ബുക്ക്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അണ്ടർസ്റ്റാൻഡ്? കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, vitamins and minerals. Understand? Then the vitamins and minerals including fruits and vegetables that help us to protect us from diseases. അണ്ടർസ്റ്റാൻഡ്? നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഉൾപ്പെടുത്തണം. അപ്പോൾ എന്താണ്? നമുക്ക് അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക, പ്രൊട്ടക്റ്റിംഗ് ബോഡി ആയിട്ട് നമ്മുടെ ബോഡിയെ മാറ്റിയെടുക്കും ആര്? വെജിറ്റബിൾസും ഫ്രൂട്ട്സും. അണ്ടർസ്റ്റുഡ്? നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ ഇലക്കറികൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കണം. അത് നമ്മളെന്ത് ചെയ്യും? ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മളെ ഒരു പ്രതിരോധശേഷിയുള്ള ഒരു ഹെൽത്തി ബോഡിയാക്കി മാറ്റാൻ സഹായിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ വൈറ്റമിൻസും മിനറൽസും എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റിംഗ് അസ് ഫ്രം ഡിസീസസ്. അത് ഏത് ഫുഡ് ഐറ്റംസിൽ നിന്നാണ് കിട്ടുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അണ്ടർസ്റ്റുഡ്? യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ലിസൺ. Balanced diet consists of all nutrients needed by our body. We should eat a balanced diet to be healthy and fit. നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ്, ഈ സമീകൃത ആഹാരം ഉൾപ്പെട്ട ഒരു ബോഡിയിൽ എന്തായിരിക്കുള്ളൂ? നല്ല ഹെൽത്തി ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. Then the milk is considered as to be a completed food. എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഫുഡായിട്ടാണ് മിൽക്ക് കൺസിഡർ ചെയ്യുന്നത്. എവറി ഡേ യു ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. അണ്ടർസ്റ്റാൻഡ്? എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് മിൽക്ക് കുടിക്കുന്നത് നമ്മുടെ ബോഡിക്ക് അത്രയ്ക്കും ഹെൽത്തി ആക്കി മാറ്റും. ഓക്കെ.
Next, we have studied that different food items, we including the different nutrients. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏതൊക്കെ ഫുഡിലാണ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, മിനറൽസ്, അതുപോലെ തന്നെ വൈറ്റമിൻസ് എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പഠിക്കാം. അണ്ടർസ്റ്റാൻഡ്? ലിസൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. പ്രോട്ടീൻ റിച്ച് ഫുഡ് ഹെൽപ്പ് us to grow. പ്രോട്ടീൻ ഇൻക്ലൂഡിങ് ആയ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി കൂടുതൽ വളരും. അണ്ടർസ്റ്റുഡ്? ഇപ്പോൾ നിങ്ങളെയൊക്കെ നോക്കൂ, നമ്മളെ മാർച്ചിൽ സ്കൂളിൽ നിന്ന് പോയ നിങ്ങളാവില്ല ഇനിയിപ്പോൾ സ്കൂൾ റീഓപ്പൺ ചെയ്ത് ഞങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അതിന് നമ്മളെ വളർച്ചയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഏതാണ്? പ്രോട്ടീൻസ്. ന്യൂട്രിയൻസ് ഏതാണ്? പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസ് ഏത് ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ലിസൺ ദിസ് പിക്ചർ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 15. മീറ്റ്, എഗ്സ്, പൾസസ്, മിൽക്ക്. ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? പ്രോട്ടീൻസും അളവ് നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കും. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ്, ഫാറ്റ്. ഫാറ്റ് ഏത് ഫുഡ് ഐറ്റംസ് എന്നാണ് കിട്ടുന്നത്? ബട്ടർ, ചീസ് ആൻഡ് ഗീ. ലുക്ക് ദിസ് പിക്ചർ, ബട്ടർ, ചീസ് ആൻഡ് ഗീ. നെക്സ്റ്റ്, കാർബോഹൈഡ്രേറ്റ്സ്. റിച്ച് ഫുഡ് ഗിവ് us എനർജി. നമുക്കുള്ള ഊർജം, നമുക്ക് ഓടാനും ചാടാനും പഠിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ന്യൂട്രിയൻസിൽ നിന്ന്. അത് ഏത് ഫുഡ് ഐറ്റംസ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്? റൈസ്, ചപ്പാത്തി, പൊട്ടാറ്റോ ആൻഡ് ബ്രെഡ്. അണ്ടർസ്റ്റുഡ്? അതാണ് മിസ് പറയുന്നത്, സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ലഞ്ചിന് റൈസ് തന്നെ കൊണ്ടുവരണമെന്ന്. പല കുട്ടികളും ദോശ, ഇഡലി, വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആയിട്ട് വരും. നമ്മൾ എന്താ ഉച്ച സമയത്ത് കഴിക്കേണ്ടത്? ചോറാണ് കഴിക്കേണ്ടത് കേട്ടോ. യെസ്, റൈസ് ഗിവ് us എനർജി. നെക്സ്റ്റ്, യു അണ്ടർസ്റ്റുഡ് ദിസ്? വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്? വൺസ് മോർ റിപ്പീറ്റ്. Balanced diets, nutrients are substances present in foods that help us to grow, then get energy to work and play. Understood? That food item is called the balanced diet. Okay, then next, vitamins and these the main nutrients, carbohydrates, fats, minerals and vitamins. Next, this vitamins and minerals we get from vegetables and fruits, that is protect us from diseases. Understand? Next, this the milk is a completed food. These proteins, rich food help us to grow. Fat food give us to energy. Then carbohydrates give us to energy. Understood? Yes. Next page open. Next page, food habits. Food habits are different from one to another. അല്ലേ? എല്ലാവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്താണ്? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നിന്നും ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ആണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. This dividing the food items that vegetarians and non-vegetarians. What is vegetarians? What is non-vegetarians? നിങ്ങൾ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുക, നമ്മുടെ കൊറോണയൊക്കെ മാറിയിട്ട് അസുഖമൊക്കെ മാറി ഹോട്ടലുകളിലൊക്കെ നമ്മൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും വെജിറ്റേറിയൻസ്, കുറച്ച് അപ്പുറത്തോട്ടായിരിക്കും നോൺ വെജിറ്റേറിയൻസ്. വാട്ട് ഈസ് ദിസ്? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, യു സ്റ്റഡി നൗ. എ പേഴ്സൺ മേ ബി വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ. People who eat only plants and plants product. ഒരാൾ വെജിറ്റേറിയൻ പ്ലാന്റ്സ് മാത്രം, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന പ്ലാന്റ്സ് പ്രോഡക്ട്സ്, റൈസ്, വീറ്റ്, പൾസസ്, ഗ്രെയിൻസ്, അങ്ങനെയുള്ള പ്ലാന്റ്സ് പ്രോഡക്റ്റും അതുപോലെ തന്നെ വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം കഴിക്കുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്? വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? People we eat only plants and plants product, that are called vegetarians. അങ്ങനെയാണെങ്കിൽ നോൺ വെജിറ്റേറിയൻസോ? നോൺ വെജിറ്റേറിയൻസ് those who eat both plants and animals. വെജിറ്റബിൾസും കഴിക്കും, അതുപോലെ തന്നെ എഗ്ഗ്, മീറ്റ്, ഫിഷ് അങ്ങനെയുള്ള ആനിമൽസ് ഐറ്റംസിൽ പെട്ട അതും കഴിക്കും. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ദെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ദാറ്റ്സ് പീപ്പിൾസ് ആർ കോൾഡ് നോൺ വെജിറ്റേറിയൻസ്.
Understood? Vegetables, vegetarian and non-vegetarian. Understood? Yes. Next, journey of food. ഇനി നമുക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്ന സമയത്ത്, ഫുഡിന് വേണ്ടി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? റൈസ് ഉണ്ടായിരിക്കും, കറി ഉണ്ടായിരിക്കും, സാമ്പാർ, ഉപ്പേരി, ഫിഷ് കറിയൊക്കെ അങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അതെവിടുന്ന്, അതിൻ്റെ സോഴ്സ് എന്താണ്? എവിടുന്നാണ് നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് കിട്ടുന്നത്? എങ്ങനെയാണ് ഈ ഫുഡ് ഐറ്റംസ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കുട്ടികളായ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്ലാസ് കേട്ട ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നമ്മളുടെ ഈ ഫുഡ് റൈസ് നമ്മുടെ വീട്ടിൽ, എല്ലാവരുടെ വീട്ടിലും ലഞ്ച് സമയത്ത് റൈസ് ഉണ്ടായിരിക്കുമല്ലോ ലഞ്ചിന്. ഈ റൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരുപാട് ഫാമേഴ്സ്, കർഷകൻ എന്ത് ചെയ്യാണ്? പാടങ്ങളിൽ കൃഷി ചെയ്യുകയാണ്. നെൽകൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്നും കിട്ടുന്ന ലാഭം, ഗ്രെയിൻസ് എന്ത് ചെയ്യാണ്? അവരെന്ത് ചെയ്യുന്നു? വേറെ കൊണ്ടുപോയി വിൽക്കുകയും അവിടുന്ന് എന്ത് ചെയ്യുന്നു? മിൽസ് വഴി അത് അരിയാക്കിയെടുത്ത് ആ അരി ഹോൾസെയിൽ കടയിൽ നിന്നും അതെന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ചെറിയ ഷോപ്പുകളിൽ എത്തുന്നു. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളത് വാങ്ങിക്കുന്നത്. അൺസ്റ്റഡ്? അപ്പം ഇതേക്കുറിച്ച് മിസ് നിങ്ങൾക്കൊരു വീഡിയോ റെഡിയാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ലിസൺ ടു ദ വീഡിയോസ്. Lesson 10. The journey of food. You eat different kinds of food at different times. Some come from plants and some from animals. Children, do you know how does your food reach your plate? Let us see. First, the field is plowed. Seeds are sown in the soil. Field is watered at regular intervals of time. Manure and fertilizers are added to the soil. Unwanted plants called weeds are removed. Once the crop is fully grown, it is harvested. The harvested crop is stored in gunny bags and kept in godowns. It is then sent to the wholesale market or mandi. Wholesalers buy it from the mandi and sell them further to retailers. We purchase the food we need from the retail shops. We get eggs, milk, and meat from animals kept in the farm. A farm where hens are reared for their eggs and meat is called a poultry farm. Animals like goats, cows, and buffaloes are reared for their meat and milk in a dairy farm. Yes, come to our class. All are listen videos. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചോ? ഇഷ്ടമായോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നതും അവിടെ നിന്ന് നമുക്ക് വിളവെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ആ വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, യെസ്. ലിസൺ ദിസ്. പേജ് നമ്പർ 16, ജേർണി ഓഫ് ഫുഡ്. ദെൻ ടെക്സ്റ്റ് ബുക്ക്. ഒരു ഫ്ലോ ചാർട്ട്, ഒരു നമ്മുടെ ഫാമിങ്ങിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാമേഴ്സ് ഗ്രോസ് ഫുഡ് ഗ്രെയിൻസ്. കണ്ടോ? ഒരു ഫാം എന്ത് ചെയ്യണേ? ഫുഡ് കൃഷി ചെയ്യുന്നുണ്ട്. ദിസ് അവർ സെക്കൻഡ്. ഫാമേഴ്സ് സെൽ ഫുഡ് ഗ്രെയിൻസ് ടു ദ ഹോൾസെല്ലർ. എന്നിട്ട് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭം ആ ഗ്രെയിൻസ് എന്ത് ചെയ്യാണ്? ഹോൾസെല്ലർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിച്ച് എടുക്കുന്ന കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യാണ്? അത് ദിസ് ദ ഹോൾസെല്ലർ സെൽ ഫുഡ് ഗ്രെയിൻസ് ടു ദ ഷോപ്പ് കീപ്പർ. ചെറിയ ചെറിയ ഷോപ്പുകളിലേക്ക് വിൽക്കുന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് ഗ്രെയിൻസ് ഐറ്റംസ് ബൈ ദ ആ ഫുഡ് ഷോപ്പ് കീപ്പറുടെ അടുത്തു നിന്നാണ് നമ്മളെന്ത് ചെയ്യുന്നത്? ഫുഡ് വാങ്ങുന്നത്. Understood? Yes. This chapter completed. Food we eat. You understood this very simple, interesting chapter. This food we eat. Once more I repeat. This the food is very essential for our life because food give us energy to work and play. Food help us to grow. Food has protecting from diseases. Next, food from plants. Next, food from animals. Next, balanced diet. This the main nutrients food items: carbohydrates, protein, fats, vitamins, and minerals. Next, the food items including the main nutrients. Next, food habits: vegetarians and non-vegetarians. Next, journey of food. Understood these points? Okay. Then
Now we are discussing our text work. Then take a pencil. All are listen to boards. This match the following first. Every state has some special dishes of its own. Match the dish to the right state. മിസ് എന്ത് ചെയ്യും? ഓരോ ഡിഷ് ബോർഡിൽ എഴുതും. അതിന് നേരെ എന്ത് ചെയ്യുക? 1 എന്ന് എഴുതും. 1ന് നേരെ ഏതാണോ നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് ആ മാച്ചിങ് ലെറ്റർ എഴുതും. നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് മാച്ച് ചെയ്യണം. ഫസ്റ്റ് ഇഡ്ഡലി ആൻഡ് ദോശ. ഇഡ്ഡലി ആൻഡ് ദോശ തമിഴ്നാട് ഡി, മാച്ചിങ് ഡി. ചോളെ ബച്ചർ ദിസ് പഞ്ചാബ് ഇ. 3 ദോൽക്ക തേപാസ് ജി ഗുജറാത്ത്. യെസ്, കം ടു അവർ ക്ലാസ്. ഓൾ ആർ ലിസൺ വീഡിയോസ്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചോ? ഇഷ്ടമായോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നതും അവിടെ നിന്ന് നമുക്ക് വിളവെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ആ വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, യെസ്. ലിസൺ ദിസ്. പേജ് നമ്പർ 16, ജേർണി ഓഫ് ഫുഡ്. ദെൻ ടെക്സ്റ്റ് ബുക്ക്. ഒരു ഫ്ലോ ചാർട്ട്, ഒരു നമ്മുടെ ഫാമിങ്ങിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാമേഴ്സ് ഗ്രോസ് ഫുഡ് ഗ്രെയിൻസ്. കണ്ടോ? ഒരു ഫാം എന്ത് ചെയ്യണ? ഫുഡ് കൃഷി ചെയ്യുന്നുണ്ട്. ദിസ് അവർ സെക്കൻഡ്. ഫാമേഴ്സ് സെൽ ഫുഡ് ഗ്രെയിൻസ് ടു ദ ഹോൾസെല്ലർ. എന്നിട്ട് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭം ആ ഗ്രെയിൻസ് എന്ത് ചെയ്യാണ്? ഹോൾസെല്ലർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിച്ച് എടുക്കുന്ന കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യാണ്? അത് ദിസ് ദ ഹോൾസെല്ലർ സെൽ ഫുഡ് ഗ്രെയിൻസ് ടു ദ ഷോപ്പ് കീപ്പർ. ചെറിയ ചെറിയ ഷോപ്പുകളിലേക്ക് വിൽക്കുന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് ഗ്രെയിൻസ് ഐറ്റംസ് ബൈ ദ ആ ഫുഡ് ഷോപ്പ് കീപ്പറുടെ അടുത്തു നിന്നാണ് നമ്മളെന്ത് ചെയ്യുന്നത്? ഫുഡ് വാങ്ങുന്നത്. Understood? Yes. This chapter completed. Food we eat. You understood this very simple, interesting chapter. This food we eat. Once more I repeat. This the food is very essential for our life because food give us energy to work and play. Food help us to grow. Food has protecting from diseases. Next, food from plants. Next, food from animals. Next, balanced diet. This the main nutrients food items: carbohydrates, protein, fats, vitamins and minerals. Next, the food items including the main nutrients. Next, food habits, vegetarians and non-vegetarians. Next, journey of food. Understood these points? Okay. Then now we are discussing our text work. Then take a pencil. All are listen to boards. This match the following first. Every state has some special dishes of its own. Match the dish to the right state. മിസ് എന്ത് ചെയ്യും? ഓരോ ഡിഷ് ബോർഡിൽ എഴുതും. അതിന് നേരെ എന്ത് ചെയ്യുക? 1 എന്ന് എഴുതും. 1ന് നേരെ ഏതാണോ നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് ആ മാച്ചിങ് ലെറ്റർ എഴുതും. നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് മാച്ച് ചെയ്യണം. ഫസ്റ്റ് ഇഡ്ഡലി ആൻഡ് ദോശ. ഇഡ്ഡലി ആൻഡ് ദോശ തമിഴ്നാട് ഡി, മാച്ചിങ് ഡി. ചോളെ ബച്ചർ ദിസ് പഞ്ചാബ് ഇ. 3 ദോൽക്ക തേപാസ് ജി ഗുജറാത്ത് എ. 4 വടാ പാവ് ഇൻ മഹാരാഷ്ട്ര ബി. 5 biryani in Andhra Pradesh C. You correct match it. Next, tick the correct answer. I say the answer, you tick it. Now you tick in pencil. Then after class you then pen using pen. Okay, you are ready? Yes, I said these answers. First question: everybody eats a dash foods.
Everybody eats a dash food. Answer option B, different. Everybody eats a different food. Second question, which of the following is an underground stem? Underground stem, that answer B, ginger. B. Third, which of the following protect us from diseases? Both vitamins and minerals. C. Next, fourth one, we eat roots of dash, carrots. Next, 5, tepla is a famous dish of dash. Option B, Gujarat. Ready? Next, 6, we eat leaves of dash. Option B, cabbage. Okay, once more I repeat. First answer, different. Second answer, ginger. Third answer, C, vitamins and minerals. Fourth answer, wheat roots of carrot. 5, Gujarat. 6, cabbage. Finish. Next, true or false? Tick you true. Right answer true. Wrong answer false. First one, we eat seeds of plants like wheat and rice. Yes, tick it. Correct. Tick it. Second, butter is rich in carbohydrates. False. 3, carrot is a dash. Carrot is a root. True. 4, we need a balanced diet to stay healthy. True. 5, different people have different food habits. True. Only one false, 2. Others are correct. Next, circle the odd one. Give reason for your answer. Then circle the odd one, wheat, fruits, maize, rice. Odd one, fruit. Next, second one, cabbage, spinach, brinjal and mint. Odd one, brinjal. Others are leafy vegetable. Next, a very short answer question. Very short answer question. Take a pencil, then write the answer this line. After class, you rewrite in your notebook these answers. Question answers only you rewrite in your notebook. Others no, write in notebook, not compulsory. You write in the textbook. Okay. Ready? Name the food grains. Answer D. 1. Name the food grains. Rice, wheat, bajra. Yes, 3 grains. Second question. Which are the main source of food? Anybody can say main source of food? Yes, animals and plants. Plants and animals. Plants and animals. Yes, correct. Next question. You write yourself. You write this answer. Which rice product do you like the most? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈക്ക് പ്രോഡക്ട്സ് ഏതാണ് നിങ്ങൾ തന്നെ എഴുതുക കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ചെയ്യുക. നെയിം ദ ഫേവറേറ്റ് ഡിഷ് ഓഫ് യുവർ ബ്രദർ ഓർ സിസ്റ്റർ. ബ്രദറിനും സിസ്റ്ററിനും ഇഷ്ടമായ ഫേവറേറ്റ് ഫുഡ് അത് നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് ലിസൺ ദിസ് 5. Tick those sentences that tell about the wasting food. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കുന്ന സെൻറ്റൻസ് ഏതാന്ന് വെച്ചാൽ അതിൽ ടിക്ക് ചെയ്യാനാണ്, അല്ലാതെ തെറ്റിപ്പോവരുത്. വേസ്റ്റ് ആക്കുന്നത് മാത്രം, വേസ്റ്റ് ആക്കാത്തത് ടിക്ക് ചെയ്യണ്ട. അപ്പം അതിൽ വേസ്റ്റ് ആക്കുന്നത് ഏതാ? ടേക്ക് മോർ ഫുഡ് ദാറ്റ് യു ക്യാൻ ഈറ്റ്. അതെന്താണ്? ടിക്ക് ചെയ്തോളൂ. അത് വേസ്റ്റ് ആക്കുന്നു. കാരണം കൂടുതൽ ഫുഡ് എടുത്താൽ നമ്മൾ ആവശ്യത്തിന് മാത്രമല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ബാക്കി ഫുഡ് എന്താവും? വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതും ടിക്ക് ചെയ്യണം. 3 നോക്കിയേ, ത്രോയിങ് ഫുഡ് ഇൻ ദ ഡസ്റ്റ്ബിൻ. ഫുഡ് ബാക്കിയായത് നമ്മൾ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി കൊട്ടുമോ? ഇല്ലല്ലോ. പേപ്പറും വേസ്റ്റ് പേപ്പേഴ്സ് അങ്ങനെയുള്ളതൊക്കെ അല്ലേ ഡസ്റ്റ്ബിന്നിൽ കൊട്ടുള്ളൂ, അല്ലാതെ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയി കൊട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതും വേസ്റ്റാണ്. എന്താണ്? ആ എയും സിയും നിങ്ങൾ ടിക്ക് ചെയ്യാം. അതേഴ്സ് ആർ കറക്റ്റ്. ഓക്കെ, എ ആൻഡ് സി. 5.
ടിക്ക് ചെയ്യേണ്ടത് A, C. Next, very short answer question. Very short answer question, write 3 or 2 sentences only. These answers underline the textbook. Take a pencil. Define nutrients. ന്യൂട്രിയൻസ് ഏതാണെന്ന് മിസ് വളരെ വ്യക്തമായിട്ട് ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നു. ന്യൂട്രിയൻസ് ആർ സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻ ഫുഡ്സ് ദാറ്റ് ഹെൽപ്പ് us to grow, get energy to work and to be healthy. പേജ് നമ്പർ 15 ഓപ്പൺ. 15 ഓപ്പണിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ കുറച്ച് വലിയ സ്പെല്ലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂട്രിയൻസ് ആർ സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻ ഫുഡ്സ് ദാറ്റ് ഹെൽപ്പ് us to grow, get energy to work and to be healthy. അത്ര എഴുതിയാൽ മതി കേട്ടോ. അണ്ടർലൈൻ ചെയ്തേ. ഇപ്പോൾ അണ്ടർലൈൻ ചെയ്യുക. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിലേക്ക് എഴുതാം. ഓക്കെ, റെഡി? യെസ്. Next question. Who are vegetarians? Vegetarians, page number 16. Food habits എന്ന പാരഗ്രാഫ് എടുക്കൂ. ഫുഡ് ഹാബിറ്റ്സ് അതിൽ സെക്കൻഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പീപ്പിൾ ഹു ഈറ്റ് ഓൺലി പ്ലാന്റ്സ് ഓർ പ്ലാന്റ്സ് പ്രോഡക്ട്സ് ആർ കോൾഡ് വെജിറ്റേറിയൻസ്. അത് അണ്ടർലൈൻ ചെയ്തേ. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഹു ആർ നോൺ വെജിറ്റേറിയൻസ്. നോൺ വെജിറ്റേറിയൻസ് അതിന് തൊട്ട് ലൈനിലായിട്ട് വൈ ദോസ് ഹു ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ കോൾഡ് നോൺ വെജിറ്റേറിയൻസ്. അതാണ് നോൺ വെജിറ്റേറിയൻസിൻ്റെ ആൻസർ. അതും അണ്ടർലൈൻ ചെയ്തോളൂ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് മാർക്ക് ചെയ്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിന് ശേഷം നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരുന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. പിന്നെ ഈ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ എന്ത് ചെയ്ത് ടെക്സ്റ്റ് നന്നായി വായിച്ച് അതിൻ്റെ ആൻസർ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഐ നീഡ് ഫുഡ്, ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ഫുഡ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചാൽ മതി. അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അതൊക്കെ വലിയ ക്ലാസ്സിൽ എഴുതിയാൽ മതി. നെക്സ്റ്റ്, ഇതൊരു ഫൺ ടൈം ഉണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ടു എൻഡ്, പെട്ടെന്ന് എങ്ങനെ എൻഡിലേക്ക് എത്താമെന്ന് അത് നിങ്ങൾ പെൻസിലായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഗെയിമാണത്. ഓക്കെ, ഫിനിഷ് ദിസ് ചാപ്റ്റർ. വെരി ഈസി ചാപ്റ്റർ. നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മുടെ സ്കൂൾ എന്ന് തുറക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. കൊറോണ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അതുവരെയുള്ള പഠനം നമുക്ക് ഓൺലൈനിലൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. എപ്പോഴും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അസൈൻമെൻ്റ് എല്ലാം സബന മിസ്സിൻ്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. ക്ലാസ് എടുക്കുന്നത് ഞാനായതുകൊണ്ട് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് എന്നോടുമായി മീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, ബൈ.